അപ്പോൾ എന്തായാലും നമ്മളിവിടെ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് പച്ചക്കറിയുടെ വിത്തൊക്കെ പാകിയിരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഇത് വലുതായിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് ചീര ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 2-3 വീട്ടിലത്തേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ രാവിലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചീരയുടെ ഇലയ്ക്ക് നല്ല വലിപ്പമൊന്നും ഇല്ല. ഇതിന് വേറെ വളമോ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. കോഴിവളം ഇട്ടിട്ടുണ്ട്, ചാണകപ്പൊടി, ഇത് രണ്ടും മാത്രമേ ഇതിന് ഇട്ടിട്ടുള്ളൂ. പിന്നെ രാവിലെയും വൈകുന്നേരം വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ചീരയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തിരുന്നത്. പിന്നെ അത്യാവശ്യം അങ്ങ് ഞെരുങ്ങിപ്പോയി. നട്ട സമയത്ത് എനിക്ക് അറിയാൻ വയ്യായിരുന്നു, ഒരുപാട് വിത്തിട്ടപ്പോഴത്തേക്കും കൂടുതലായിപ്പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് ഞെരുങ്ങി നിൽക്കുന്നത്. പിന്നെ പിരിച്ച് നടും അങ്ങനെ ഒന്നും ചെയ്യാതിരുന്നത്. ഇതിൽ നമ്മൾ കോഴിവളവും പിന്നെ ചാണകത്തിൻ്റെ പൊടിയിലേക്ക് ഉരം കിടക്കുന്നതിനെ കൊണ്ടാണ് പിരിച്ച് നടാതിരുന്നത്. പിരിച്ച് നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഉരത്തിൻ്റെ ഇത് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ മാറ്റി നടും അങ്ങനെ ഒന്നും ചെയ്യാതിരുന്നത്. ചീരയെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചച്ചീര എടുത്ത സമയത്ത് അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ തോരത്തിന് അരയ്ക്കാൻ വേണ്ടിയിട്ട് 2 പച്ചമുളക് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ വെച്ചിട്ട് ആദ്യം പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് അരച്ചതിന് ശേഷമാണ് തേങ്ങ വെച്ച് അരയ്ക്കുന്നത്. അപ്പോൾ തേങ്ങ, വെളുത്തുള്ളി, ജീരകം, കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് തോരത്തിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കല്ലിൽ അരച്ചെടുക്കുന്നതിനെ പറ്റി നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തോരത്തിന് നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്ക് ചതച്ച് തന്നെ എടുക്കുകയും വേണം. അത് മാത്രമല്ല മിക്സിയുടെ ജാറിലാകുമ്പോഴത്തേക്ക് തോരത്തിന് അരച്ചെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ തേങ്ങാപ്പാൽ ഇറങ്ങും അങ്ങനെ ഒന്നുമില്ല. തേങ്ങ പൊടിഞ്ഞ് മാത്രമല്ലേ കിട്ടത്തുള്ളൂ. ഇതാകുമ്പോൾ അങ്ങനെയല്ല, കല്ലിൽ വെച്ച് നമ്മൾ ചതച്ചരച്ചെടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ തേങ്ങാപ്പാലൊക്കെ ഇറങ്ങി നല്ല തോരത്തിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കല്ലിൽ വെച്ച് തന്നെ അരച്ചെടുക്കുന്നത്. ഇതാകുമ്പോഴത്തേക്കും നമ്മൾ കല്ലിൽ അരച്ചെടുക്കുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിനൊരു തൃപ്തിയുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ അരച്ചെടുക്കുന്നത്. അല്ലാതെ മിക്സി ഇല്ലാഞ്ഞിട്ടല്ല, മിക്സി ഇപ്പോൾ അത്യാവശ്യം ഉണ്ട്. അപ്പോൾ എന്നാലും നമ്മൾ ഈ കല്ലിൽ അരച്ചെടുത്ത് അത് ആ ഒരു ശീലം വന്നതിനെ കൊണ്ടാണ് കല്ലിൽ തന്നെ അരച്ചെടുക്കുന്നത്. അപ്പോൾ കറിവേപ്പില ഞാൻ അരച്ചിട്ടുണ്ട്. പിന്നെ ചിലരൊക്കെ കറിവേപ്പില വെച്ച് അരയ്ക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനിവിടെ ഏത് കറിക്കും കറിവേപ്പില ചേർക്കുന്നതിനെ കൊണ്ടാണ് അത് ഞാൻ വെച്ച് അരയ്ക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ കല്ലുപ്പ് വെച്ച് അരയ്ക്കാനായിട്ട് വിട്ടുപോയി. നേരത്തെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, കറിവേപ്പിലയുടെ മണം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 കല്ലുപ്പ് വെച്ച് അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയുടെ മണം പോവത്തില്ലെന്ന്. അത് ഞാൻ മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും തോരത്തിന് അരച്ച് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഈ തോരത്തിന് അരച്ചതിന് ശേഷം ഇതിൻ്റെ വെള്ളം ഞാൻ കുറച്ചെടുക്കുന്നുണ്ട്. അല്ലാതെ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഇതിപ്പോൾ കളയാൻ പറ്റത്തില്ലല്ലോ. ചീരത്തോരത്തിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തപ്പോഴത്തേക്ക് ഒത്തിരി അധികം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇലയൊക്കെ ഒന്ന് വാടി കിട്ടുമ്പോഴത്തേക്ക് പിന്നെ കുറച്ച് മാത്രമല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അതിന് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തേങ്ങ ഒത്തിരി അധികം ഞാൻ എടുത്തിരിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. വേറെ തോരത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും തേങ്ങയുടെ ആവശ്യമില്ലെന്നറിയാം. അപ്പോൾ എന്തായാലും തോരത്തിനുള്ള എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ വേറെ വെള്ളം ചേർക്കുന്നില്ല. ഇപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്ന ഉപ്പുനീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇലത്തോരനായതുകൊണ്ടാണ് ഞാൻ കയ്യിൽ ഒഴിച്ചിട്ട് ഇതിൻ്റെ ഉപ്പുനീര് ചെറുതായിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കണം. അല്ലാതെ നമ്മൾ നേരിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശത്തിൽ ആ ഇലയ്ക്ക് നല്ല ഉപ്പ് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാതെ കൈവെള്ളം തന്നെ കുടഞ്ഞു കൊടുക്കാനായിട്ട് നോക്കുക. പിന്നെ ഇതിൻ്റെ അടപ്പ് മൂടി ആദ്യം ഞാൻ മാറ്റിയായിരുന്നു. പിന്നെ ഈ ചട്ടിക്ക് പുറത്തോട്ട് ഇങ്ങനെ അടപ്പ് നിൽക്കുന്നതിനെ കൊണ്ടാണ് കറക്റ്റ് പരുവത്തിനുള്ള ഒരു അടപ്പെടുത്ത് ഞാൻ അടച്ചത് കേട്ടോ. നേരത്തെ ഞാനങ്ങ് മാറ്റിയായിരുന്നു. അപ്പോൾ അത്യാവശ്യം ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചേരുവ മൊത്തത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചട്ടുകത്തിൻ്റെ മൂട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഉപ്പും പിന്നെ ചേരുവ കംപ്ലീറ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം അങ്ങ് പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ നേരത്തെ തന്നെ തോര ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ഒന്നും കൂടെ അടച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ചും കൂടെ ആ ഒരു ഈർപ്പമൊക്കെ ഒന്ന് വറ്റിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തത്. ഇനിയിപ്പോൾ ഇതിനകത്ത് ഒരു 2-3 തുള്ളി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ വെളിച്ചെണ്ണ ചേർക്കുന്നതിന് മുന്നേ തന്നെ ചട്ടുകം വെച്ചിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെക്കുന്നുണ്ട് കേട്ടോ. തട്ടിപ്പൊത്തി വെക്കുന്നതെന്ന് ഞാനിവിടെ ഇങ്ങനെ പറയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു 2-3 തുള്ളി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നേരിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കരുത്, തുള്ളി തുള്ളിയായിട്ട് മാത്രമേ ഇട്ട് കൊടുക്കാവൂ. എന്നിട്ട് ഇനിയിപ്പോൾ അടപ്പ് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മൂടി വയ്ക്കുക. അപ്പോഴാ ഒരു വെളിച്ചെണ്ണയുടെ ഒരു മണവും ടേസ്റ്റും അതൊക്കെ ഒന്ന് മൊത്തത്തിലൊരു ചേരുവയിൽ ഒരു ആവിയിൽ അതൊന്ന് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നല്ലതുപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല വെളിച്ചെണ്ണയുടെ ആ ഒരു മണവും മൊത്തത്തിലൊന്ന് ചേരുവയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തോരൻ വെച്ച് കഴിച്ചിട്ടില്ലാത്തവർ 2-3 തുള്ളി വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് തട്ടിപ്പൊത്തിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തോരൻ വെച്ച് കഴിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ അതിനൊരു പ്രത്യേകിച്ചൊരു ടേസ്റ്റും മണമൊക്കെയാണ്. അങ്ങനെ നമ്മളെ ചീരത്തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ പടവലും പാവലും ഒക്കെ അത്യാവശ്യം ഒന്ന് പടന്ന് പന്തലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതായിരുന്നു. രാവിലെ തന്നെ ചീര കട്ട് ചെയ്തിട്ട് തോരൻ വെക്കുന്നതിൻ്റെ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ.